നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റിൻ്റെ 2ാം ദിവസത്തെ കളി ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു വിവരം, ഋഷഭ് പന്ത് കളിക്കുമോ, ഇനി ഈ മത്സരത്തിൻ്റെ ബാക്കി ഭാഗം കളിക്കാൻ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ മൈക്കിൾ അതേട്ടൻ പറഞ്ഞ പോലെ 264-4 എന്നുള്ളത് ഇന്ത്യക്ക് ആ കണ്ടീഷനിൽ മികച്ച ഒരു സ്കോർ തന്നെയാണ്. പക്ഷെ പന്ത് കളിക്കുന്നില്ലെങ്കിൽ സംഗതി മാറും. അത് 264-5 എന്ന രൂപത്തിലേക്കാവും. മാത്രമല്ല ഇനിയിപ്പോൾ ന്യൂ ബോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആദ്യ സെഷൻ മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യമൊക്കെ അതിൽ ഉയരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഋഷഭ് പന്തിൻ്റെ കാര്യമാണ്. സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് BCCI ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പന്തിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം. BCCI പറയുന്നത്, ഋഷഭ് പന്ത് വാസ് ഹിറ്റ് ഓൺ ഹിസ് റൈറ്റ് ഫൂട്ട് വൈൽ ബാറ്റിംഗ് ഓൺ ഡേ 1 ഓഫ് ദി മാഞ്ചസ്റ്റർ ടെസ്റ്റ്. അറിയാം. ദെൻ അദ്ദേഹത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയി, സ്റ്റേഡിയത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. BCCIയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് BCCIയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. സോ വിശദ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. BCCIയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു. അതനുസരിച്ചാണ് ഇന്ന് കളിക്കുമോ ഇല്ലയോ, അതല്ല ഈ സീരീസ് തന്നെ ബാക്കി മത്സരം കളിക്കുമോ എന്നൊക്കെയുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്നാൽ കുറച്ചുകൂടി കൃത്യത നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കുന്നത് റിക്കി പോണ്ടിങ്ങിൻ്റെ വാക്കുകളിൽ നിന്നാണ്. പോണ്ടിങ് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. പന്തിന് കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വെല്ലിംഗ് ഉണ്ടായി. ഇമ്മീഡിയറ്റ് സ്വെല്ലിംഗ് വാസ് ദി വറി ഫോർ മീ. അതെന്നെ ഒരല്പം ആശങ്കപ്പെടുന്ന ഒന്നാണ്. കാരണം എനിക്ക് മുമ്പ് മെറ്റാറ്റാർസൽ ഇഞ്ചുറി വന്നിട്ടുള്ള ആളാണ്. അത് നമുക്കറിയാമല്ലോ. ആ ഭാഗത്തുള്ള ബോൺസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ഫ്രിജൈൽ ബോൺസാണ്. പെട്ടെന്ന് അതിന് ഇത്തരത്തിലുള്ള ഇഞ്ചുറി പറ്റാം. പന്തിന് ഒരു തരത്തിലുള്ള ഭാരവും ആ കാലിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് ഡസൻ ലുക്ക് ഗുഡ് അറ്റ് ഓൾ എന്നാണ് പോണ്ടിങ് ഇന്നലെ സ്കൈ സ്പോർട്സിൽ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഈ മെറ്റാറ്റാർസൽ ഇഞ്ചുറി അത്ര സിമ്പിൾ കാര്യമല്ല. നെയ്മർ ജൂനിയർക്ക് ഉണ്ടായ ഇഞ്ചുറി അതായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ACL ഇഞ്ചുറിയാണ്. അതിന് മുമ്പ് PSGയിലൊക്കെ കളിക്കുന്ന ഘട്ടത്തിലൊക്കെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ 5th മെറ്റാറ്റാർസലിന് ഇഞ്ചുറി പറ്റിയതാണ്. നീണ്ടകാലം പുറത്തിരിക്കേണ്ടി വന്നു. അത്തരത്തിലുള്ള വല്ല ഇഞ്ചുറിയുമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ആശങ്കപ്പെടുന്നത്. അത് തന്നെയാണിപ്പോൾ റിക്കി പോണ്ടിങ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ഈ മെറ്റാറ്റാർസൽ ഇഞ്ചുറി വന്നതാണെന്നും അതിൽ നിന്ന് റിക്കവർ ആവാൻ വന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാമെന്നും ഒക്കെ അദ്ദേഹം പറയുമ്പോൾ അത് ഒരല്പം വറിയിങ് ആണ്. ഇപ്പോൾ പന്തിൻ്റെ ഒരു കളിശൈലി അങ്ങനെയാണ്, വളരെ എൻ്റർടൈനറാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ 140-150 കിലോമീറ്റർ വേഗത്തിലൊക്കെ എറിയുന്ന പേസ് ബോളർമാർ റിവേഴ്സ് സ്വീപ്പും സ്കൂപ്പൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നല്ല രസമാണ്. വാവ്, വാട്ട് ഷോട്ട് എന്നൊക്കെ പറയാം, എന്തൊരു ധൈര്യം എന്നൊക്കെ പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഡേഞ്ചർ കൂടി എവിടെയുണ്ട്? ആ റിസ്ക് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡേഞ്ചർ കൂടി അതിലുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം അതാണ്. സംഭവിച്ചത് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ 68ാമത്തെ ഓവറിലാണ്. അദ്ദേഹം ഒരു പ്രീഎംപ്റ്റഡ് റിവേഴ്സ് സ്വീപ്പിലേക്ക് പോയി ക്രിസ് വോക്സിനെതിരെ. അത് ടെറിബിളി അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ തന്നെ ഹിറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ അദ്ദേഹം ഹൊബിൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗ്ലൗ ഒക്കെ വലിച്ചഴിച്ചു. അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഫിസിയോ വന്നു, ചിക്കുന്നു. അപ്പോഴും ആ ഫൂട്ടിൽ നല്ല സ്വെല്ലിങ് കാണുന്നുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് സ്വെല്ലിങ്. അതാണ് ഒരു വറിയിങ് സൈനിങ് ഉള്ളത്. എന്തായാലും ഈ പറഞ്ഞ പോലെ, മൈക്കിൾ അതേട്ടൻ പറഞ്ഞ പോലെ, ഇപ്പം പന്ത് പുറത്താകുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ പറയുമ്പോൾ 264-4 ഓക്കെ. പക്ഷേ പന്തില്ലെങ്കിൽ അത് 264-5 എന്നുള്ള രൂപത്തിലേക്കാവും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിയാണ്. അദ്ദേഹം പറയുന്നത്, ഇഫ് ഹീ ഈസ് ഔട്ട് ഓഫ് ദി ഗെയിം, ഇഫ് ഹീ ഈസ് ഔട്ട് ഓഫ് ദി സീരീസ്, ദെൻ ദാറ്റ്സ് എ മാസീവ് ബ്ലോ ടു ഇന്ത്യ ആൻഡ് പുട്ട്സ് ദി ഡേ ഇൻ എ ഡിഫറെൻറ്റ് ലൈറ്റ്. തീർച്ചയായിട്ടും 264-4 എന്നുള്ളത് 264-5 എന്ന ഒരു രൂപത്തിലേക്ക് എത്തും. അതായിരിക്കും അതിൻ്റെ ഒരു എക്സാക്റ്റ് റിയാലിറ്റി. ആൻഡ് ന്യൂ ബോൾ ഡ്യൂ ആകുമ്പോൾ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ടു നോക്ക് ഇന്ത്യ ഓവർ റീസണബിളി സ്വിഫ്റ്റ്ലി ടുമാറോ. അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം പറയുകയാണ്. അപ്പോൾ ന്യൂ ബോൾ ഡ്യൂ ആകുമ്പോൾ, ന്യൂ ബോൾ ഉപയോഗിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഇന്ത്യയെ പുറത്താക്കാനുള്ളൊരു സാധ്യത കൂടി ഇവിടെ വരികയാണ്. പക്ഷേ പന്ത് ബാറ്റ് ചെയ്യാൻ വേണ്ടി തിരികെ എത്തുകയാണെങ്കിൽ ഹി കുഡ് ചേഞ്ച് ദി ഗെയിം. മത്സരത്തിൻ്റെ മാറ്റിമറിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞേക്കും. സോ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ബട്ട് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ക്വൈറ്റ് സീരിയസ് ഇഞ്ചുറി ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് കാർട്ടഡ് ഓഫ് അതർവൈസ് എന്നാണ് മൈക്കിൾ അദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്ന് അദ്ദേഹത്തെ ബഗ്ഗിയിലാണല്ലോ പുറത്തേക്ക് കൊണ്ടുപോയത്. സോ സീരിയസ് ഇഞ്ചുറി ആണ് എന്നതിൻ്റെ സൂചനകൾ അവിടെയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇന്ന് കളി തുടങ്ങുന്നതിന് കുറച്ച് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുമായിരിക്കും. ആ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും റിക്കി പോണ്ടിങ് പറഞ്ഞ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് കേൾക്കണം. ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഗുഡ് അറ്റ് ഓൾ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.